ഗോവിന്ദച്ചാമിയെ ഇനി തൂക്കിക്കൊല്ലാൻ വിധിച്ചിരുന്നെങ്കിൽ ആരാച്ചാർ ഇല്ല എങ്കിൽ ആരാച്ചാർ ആകാൻ പോലും ഞാൻ തയ്യാറാണ്. ഈ സംഭവത്തിൽ തന്നെ പിടിക്കുന്നതിന് പകരം വധിച്ചിരുന്നെങ്കിൽ, ഇവനെ കൊന്നിരുന്നെങ്കിൽ ഞാനൊക്കെ ഏറ്റവും അധികം സന്തോഷിച്ചു. ജയിലിൽ നമ്മൾ സാധാരണ ഈ ജോലിക്കാർ ഇങ്ങനെ ക്രിമിനൽസുമായിട്ടൊക്കെ നമ്മൾ ജയിലിലെ ജീവനക്കാർ ഇടപെടുമല്ലോ. അപ്പോൾ സത്താറിൻ്റെ ഒരു അനുഭവത്തിൽ ഇപ്പോൾ ഇവൻ ഇങ്ങനെ എസ്കേപ്പ് ചെയ്തു, ഇവന്റെ പുറകിൽ വേറെ ആരെങ്കിലും കാണുമോ? ആരെങ്കിലും ഇവനെ കാണാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത്രയും വലിയൊരു വക്കീൽ ഇവന് വേണ്ടി ആദ്യം ഒരു കേസ്, ഇത്ര കുപ്രസിദ്ധനായ ഒരാൾക്ക് വേണ്ടി അത്രയും വലിയ കേസ് എടുക്കാൻ സാധിക്കും. ഇന്ന് ജയിലിൽ ചാടിയതിനു ശേഷം ഇയാൾക്ക് ഗോവിന്ദസ്വാമിക്ക് ചിലപ്പം തോന്നിക്കാണോ എന്നെ ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടുത്താൻ വരും, ഒരു ഗ്യാങ്ങോ അങ്ങനെ? ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഗോവിന്ദസ്വാമിയുടെ സഹോദരൻ കാണാൻ വന്നിട്ടുണ്ട്. പിന്നീട് ആരെ കാണാൻ, ആ സമയത്തൊക്കെ ഓരോരുത്തർ കാണാൻ, അനിയൻ കാണാൻ വന്നിട്ടുണ്ട്. അപ്പം കാണാൻ വന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇന്നടത്ത് പോയാൽ മതി, അല്ലെങ്കിൽ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാം, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം അവിടെ ഉണ്ടാകുമായിരുന്നായിരിക്കാം. ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആയിരിക്കാം ഗോവിന്ദസ്വാമി അവിടെ നിന്ന് വിട്ടുപോകാതിരിക്കാനുള്ള കാരണം 1:30 കണ്ട ചാടിയത്. 1:30 ചാടിയ ആളെ രക്ഷപ്പെടാനായിരുന്നെങ്കിൽ, മറ്റു സഹായം ഇല്ലായിരുന്നെങ്കിൽ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കത്തുള്ളൂ. ഇത് ആ പരിസരത്ത് തന്നെ തങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം വെളിയിൽ ആരോ ഗോവിന്ദസ്വാമിയായിട്ട് കണക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഈ ഗോവിന്ദസ്വാമിയുടെ കൂടെ കിടന്ന ചില, ഇപ്പം നമ്മൾ ഈ സെല്ലിനകത്തൊക്കെ തന്നെ ഇവ തടവുകാരുടെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി തന്നെ നമ്മൾ ചാരന്മാരെ വയ്ക്കും. കാരണം ആരെങ്കിലും ചാടുന്നുണ്ടോ, എന്തെങ്കിലും സംഭവമുണ്ടോ. അപ്പം ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് പറഞ്ഞത്, അവന് തമിഴ്നാട്ടിൽ ഈ സാധാരണ പൊങ്ങച്ചം അടിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഇങ്ങനെ അധികം സംസാരിക്കുന്ന ആളോ അല്ല ഗോവിന്ദസ്വാമി. ഒരു നല്ല ക്രിമിനലാണ്. അത് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ സൈക്കോ ആണ്. അപ്പൊ ഇവൻ അന്ന് സഹതടവുകാരനെ പറഞ്ഞ സ്വന്തം മനസ്സുഖത്തിനും താല്പര്യത്തിനും വേണ്ടി ഇവൻ എന്തും ചെയ്യും. അതായത് ഈ ഇവന് കോയമ്പത്തൂരിൽ 1-2 ശ്മശാനങ്ങളിൽ, ക്രിസ്തീയ ശ്മശാനങ്ങളിൽ ഇവൻ സ്വർണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, മോഷ്ടിച്ചിട്ടുള്ള സാധനങ്ങൾ, സ്വർണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക ഒരു വിങ് അവിടെ ഉണ്ട്. അവരിൽ നിന്ന് ധാരാളം സഹായങ്ങൾ, അവരാണ് ഈ കേസ് മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നതിനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ് ഇവൻ പറഞ്ഞത്. അതുവഴി ഇവർക്ക് സഹായം കൊടുക്കാമെന്നും ആർക്ക് ജാമ്യം എടുക്കാമെന്നൊക്കെ ഇവരെ തടവുകാരെ ഇവിടെ പറഞ്ഞതായിട്ട് ഒന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അന്ന് തന്നെ ഞാൻ ജയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു, നമ്മളിത് പറയുകയും ചെയ്തതാണ്. ഇവനെ കാണാൻ വലുതായിട്ട് ആൾക്കാരൊന്നും വരത്തില്ല, അപൂർവമായിട്ടൊക്കെ വരുന്നത്. അപ്പം ഈ ആളൊരു വക്കീലിന്റെ ഒരു ലേഡി അഭിഭാഷകയും പലപ്പോഴും കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് ഗോവിന്ദസ്വാമി ഒറ്റയ്ക്ക് എന്തായാലും ചാടും, ഒരു അവസരം കിട്ടിയപ്പോൾ ചാടിയതാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അവൻ കുറെ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത് പുറത്തുനിന്നുള്ള ആളിനെയൊക്കെ സെറ്റ് ചെയ്ത് ചാടിയായിരിക്കും. പക്ഷെ എവിടോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്ന് ആശാൻ ദൈവത്തിന്റെ ഒരു വലിയ ഒരു സഹായം അവിടെ കിട്ടിയ, അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഉണ്ടല്ലോ, കേരളത്തിൽ ഒരാളും കിടന്നുറങ്ങത്തില്ല ധൈര്യത്തോട്. അല്ല, അത് സത്യമായിട്ടോ. അതിനകത്ത് വേറെ കാര്യമുണ്ട്. ഞാൻ രാവിലെ വരെ ഉണർന്നിരിക്കും. കാരണം അത് ഗോവിന്ദസ്വാമി അടുത്തറിയണില്ല. നന്ദനത്തിലൊക്കെ പറയത്തില്ലയോ, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ അറിഞ്ഞുള്ളൂ എന്ന് പറയുന്ന ഗോവിന്ദസ്വാമി അടുത്തറിയുന്നവർക്ക് ആ ഗോവിന്ദസ്വാമി എന്താണെന്ന് അറിയത്തുള്ളൂ. ഒരു ക്രിമിനലിന്റെ എല്ലാ ഇത്രയും വലിയൊരു രാക്ഷസെന്ന് പറയാൻ പറ്റത്തില്ല, പിശാചെന്ന് പറയാൻ പറ്റത്തില്ല. പിശാചെന്ന് പറഞ്ഞാൽ പിശാചിന് പോലും നാണക്കേട് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നാണക്കേടായിട്ടുള്ള ഒരു അവതാരമാണ് അവൻ. കാരണം അവൻ പറഞ്ഞിട്ടുള്ള 1-2 കഥകൾ, തടവുകാരുടെ പറഞ്ഞിട്ടുള്ള കഥകൾ നമ്മൾ അറിഞ്ഞിട്ടുള്ള അത് ഈ ട്രെയിനിലെ സൗമ്യയ്ക്ക് മുന്നേ പലരെ സ്ത്രീകളെയും ആക്രമിച്ചിട്ടുണ്ട്. കുട്ടിയുടെ ദേഹത്ത് പോലും ബ്ലേഡ് വെച്ച് വരഞ്ഞിട്ട് ആ സ്ത്രീയെ മാനഭംഗപ്പെടുത്തിയായിട്ട് അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവൻ ഗമ അടിക്കുന്ന ഒരാളല്ല, ഗമ പറയുന്ന ഒരാളല്ല. അവൻ ചെയ്യാത്ത കാര്യങ്ങൾ, അവന്റെ മനസ്സ് അങ്ങനെയാണ്. മനസ്സ് അതേപോലെ പാകപ്പെടുത്തി എടുത്തിരിക്കുന്ന പക്ക ക്രിമിനൽ. ഒരുപക്ഷെ ഇവരെ അന്ന് തന്നെ UP-യിലൊക്കെ പോലെ തന്നെ പിടിക്കുന്നതിന് പകരം, ഇന്ന് തന്നെ ഈ സംഭവത്തിൽ തന്നെ പിടിക്കുന്നതിന് പകരം വധിച്ചിരുന്നെങ്കിൽ, ഇവനെ കൊന്നിരുന്നെങ്കിൽ ഞാനൊക്കെ ഏറ്റവും അധികം സന്തോഷിച്ചാണ്. ഞാനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഗോവിന്ദസ്വാമിയെ ഇനി തൂക്കിക്കൊല്ലാൻ വിധിച്ചിരുന്നെങ്കിൽ ആരാച്ചാർ ഇല്ല എങ്കിൽ ആരാച്ചാർ ആകാൻ പോലും ഞാൻ തയ്യാറാണ്. കാരണം സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എന്റെയും നിങ്ങളുടെയൊക്കെ സഹോദരിയാണ്. അങ്ങനെ ഒരാൾക്ക് ഒരു അനുഭവം വരരുത്. അനു എൻ്റെ അടുത്ത്, ഞാൻ രാവിലെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അനു എൻ്റെ അടുത്ത് പറഞ്ഞു, സത്താർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ജയിലിലെ അന്നത്തെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ആകാംക്ഷ, ഞാൻ വേറെ പ്രാവശ്യത്തിന് പോയപ്പോൾ എന്നാൽ ഒന്ന് കണ്ടിട്ട് പോയേക്കാം എന്ന് കരുതി. അപ്പോൾ എന്തായാലും ഇവൻ പിടിയിലായി എന്നറിഞ്ഞപ്പം നമുക്ക് പകുതി ആശ്വാസം, പകുതി BP കുറഞ്ഞു. അതാ മെയിൻ വിഷയം. ഇതിന്റെ ഒരു മെയിൻ വിഷയം എന്ന് പറയുന്നത്, ഗോവിന്ദസ്വാമി ജയിൽ ചാടി എന്ന് പറയുമ്പം അവൻ അവിടെ നിന്ന് ഇവിടെ വരെ എത്താനുള്ള സമയം വരെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു എത്തുമോ എന്നുള്ളത്. കാരണം ഞാൻ അങ്ങനെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നോട് പല തടവുകാരും, ജയിൽ ഉദ്യോഗസ്ഥരുടെ പല തടവുകാരും പറയാറുണ്ട് വെട്ടിക്കീറി, എന്നോട് പറഞ്ഞിട്ടുണ്ട് വെട്ടിക്കീറി പീസായി കളയും, തുണ്ടായിട്ട് അരിയും, കത്തിച്ച് കളയും, ഡെഡ് ബോഡി പോലും കിട്ടത്തില്ല, അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഒരു ചെവി കേൾക്കുന്നു, മറു ചെവി കളയുന്നു. കാരണം നമുക്ക് നമ്മുടേതായ ഒരു ബോധ്യമുണ്ട്.
പക്ഷെ ഗോവിന്ദച്ചാമിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താൻ പറ്റത്തില്ല. അവൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് അവൻ പറയാറുള്ളൂ പലപ്പോഴും. അപ്പം ഈ ഗോവിന്ദസ്വാമി ജയിലിൽ ചാടുമെന്ന് അന്ന് പറഞ്ഞപ്പം ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. കാരണം ടൈറ്റാനിക് കപ്പൽ മുങ്ങുമെന്നുള്ള ഇതില്ലായിരുന്നല്ലോ. അതുകൊണ്ട് സെൻട്രൽ ജയിലിലെ 10ാം ബ്ലോക്കിൽ നിന്ന് ഗോവിന്ദച്ചാമി ചാടത്തില്ല. അത്